ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ ലൈഫിൽ എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, ഞങ്ങളുടെ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ആയിട്ട് എങ്ങനെ മുന്നേറാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ടെന്ന് പറയുന്നത് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എപ്പോഴും രാവിലെ വേഗത്തിൽ എണീക്കാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5 o'clock to 6 o'clock, മാക്സ് ടു മാക്സ് 7 o'clock വരെ ഒരു ടൈം കൊടുക്കാം. അതായത് ചിലവർ ഓഫീസ് പോകുന്നവരുണ്ടാവും, ലേറ്റ് നൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനത്തെവർക്കൊക്കെ ഒരു 7 o'clock വരെയൊക്കെ ടൈം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലീവിലുള്ളപ്പോൾ പെട്ടെന്നൊന്ന് എണീക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായി എന്ന് പറയാനുള്ളത് റെഗുലറായി വ്യായാമം, എക്സസൈസ് ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ ബോഡി ഹെൽത്തി ആയിട്ടും ഫിറ്റായിട്ടും പോസിറ്റീവായിട്ട് തോട്ട്സ് ഞങ്ങളുടെ മൈൻഡിന് വരാൻ ഇത് സഹായിക്കും. ഓക്കെ, യോഗ ചെയ്യാം, പിന്നെ മെഡിറ്റേഷൻ ചെയ്യാം, ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, പിന്നെ വാക്കിംഗ് ചെയ്യാം, പിന്നെ ജോഗിങ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണോ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ബുക്സ് വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ്, നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണോ ആ ഒരു ഫീൽഡിലത്തെ തിരഞ്ഞെടുക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോബയോഗ്രഫി ബുക്സ് വായിക്കാവുന്നതാണ്. പിന്നെ ചില ലൈഫ് ഇൻസിഡൻറ്റ്സ്, ഇങ്ങനെ ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുമല്ലോ, ഡോക്യുമെൻ്ററി ആയിട്ട് ചിലത് കാണേണ്ടതാണ്. പിന്നെ പോഡ്കാസ്റ്റ്സ് എന്നൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒക്കെ, അതൊക്കെ കാണാവുന്നതാണ്. പിന്നെ റെഫർ ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പർ, പിന്നെ ബുക്സിലൂടെ തന്നെ ഞങ്ങളുടെ നോളജ് വളർത്താൻ ശ്രമിക്കുക. പിന്നെ ഇതിലൂടെ എന്താവും, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഞങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഞങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, പിന്നെ ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു രൂപപ്പെടാറുണ്ട്. ഇപ്പോൾ ഞങ്ങളെങ്ങാനും ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലൈഫിൽ എവിടെയെങ്കിലും നെഗറ്റിവിറ്റിയിൽ എങ്ങനെയെങ്കിലും കുടുങ്ങിയാൽ തന്നെ ഞങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് മാറാം, പിന്നെ ഞങ്ങളുടെ തോട്ട്സ് പെട്ടെന്ന് എങ്ങനെ ഒരു കൺട്രോളിലെടുക്കാവുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് സഹായിക്കും. അതായത് പ്രേയേഴ്സ്, പിന്നെ ബുക്സ് വായിക്കുന്നത്, പിന്നെ നേച്ചറുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ചിലവർക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ പ്ലാന്റ്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരിക. അതായത് മരത്തിൻ്റെ അവിടെ പാർക്കിൽ പോവുക, പിന്നെ മരത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി വരിക, ഇങ്ങനെ ഫോർ എക്സാമ്പിൾ. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി, ഒരുപാട് പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഞങ്ങളുടെ ആരോഗ്യം ഒരു ഉന്മേഷത്തിനായിട്ട് വരും, ഒരു എൻതൂസിയാസം എന്ന് പറയുമല്ലോ, അങ്ങനെയാണ്. ഞങ്ങൾ പെട്ടെന്നിങ്ങനെ അട്രാക്റ്റഡ് ആവും, അറ്റൻറ്റീവ് ആവും. ഇനി ഒരു വേർഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അറ്റൻറ്റീവ്. പിന്നെ ഒരുപാട് നല്ല ഒരു പോസിറ്റിവിറ്റി എനർജി ഇൻസ്റ്റൻ്റായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. ഈ എനർജിയിലൂടെ തന്നെ ഞങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നെഗറ്റീവ് ഇമോഷൻസ് കംപ്ലീറ്റായി വാഷ് ഔട്ട് ചെയ്യാനും പറ്റുന്നതാണ്. വേണ്ടാത്ത ഒരു ചില ലൈഫിൽ ചില സ്റ്റേജിൽ ചിലപ്പോൾ വേണ്ടാത്ത അഡ്വൈസുകൾ, ഇനി ചിലർക്ക് വേണ്ടാത്ത ഇഷ്ടപ്പെടാത്ത ചില ആളുകളുടെ കൂടെയൊക്കെ ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ പതിയെ അവരിൽ നിന്നും ഡിസ്റ്റൻസ് വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക. അതായത് ഞാൻ എന്താണ്, പിന്നെ എൻ്റെ ഗോൾസൊക്കെ എന്താണ്, ഞാൻ ഇന്ന്
ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി ഞാൻ എന്ത് ഗ്രോത്താണ്, കുറച്ചെങ്കിലും ഗ്രോ ആയോ ഞാൻ ഇന്നേക്ക്, ഡേ ടു ഡേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി നന്നാവും, പിന്നെ നോളജ് കിട്ടും, പിന്നെ ഒരു പുതിയ ആളായിട്ട് മാറുന്നതുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ അടുത്തതായി പറയാനായിട്ടുള്ളത്, എപ്പോഴും ബുക്സ് വായിക്കുക. ഇങ്ങനെ ഒരു ശീലം വയ്ക്കുന്നതിലൂടെ തന്നെ ഞങ്ങൾക്ക് അധികമായിട്ട് ഗോൾസ് പ്ലാൻ ഇടാനും അതിനായിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്യാനും ഞങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും ഇതൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഒരു ആക്റ്റീവായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതായത് നല്ല പോസിറ്റീവായിട്ട് ഉള്ള ആൾക്കാരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ടതാണ്. പിന്നെ ഒരു കോൺവെർസേഷനൊക്കെ വെക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, മെസ്സേജ് അയയ്ക്കുക, പിന്നെ ചിറ്റ് ചാറ്റ് ചെയ്യുക, പിന്നെ ചിലപ്പോൾ കോഫി ഷോപ്പ് ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പുറത്ത് പോവുക. പിന്നെ ഇങ്ങനെ പുതിയ ആൾക്കാരുടെ കൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇതിലൂടെ ലാംഗ്വേജും ഞങ്ങളുടെ ഇമ്പ്രൂവ് ആവും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഞങ്ങളുടെ ഗോളിൽ അച്ചീവ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇനി ഉണ്ടാക്കേണ്ടത്, അതായത് ഒരു ഡിഗ്നിറ്റി, സൊസൈറ്റിയിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി, പിന്നെ എങ്ങനെ തന്നെ ഒരുപാട് സമ്പാദിക്കണം എന്നുണ്ടാവും, ഇനി എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് എന്നുണ്ടാവും. ഇങ്ങനെ ചില പ്ലാൻസൊക്കെ ഞങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ മുന്നേറാൻ ശ്രമിക്കുക ലൈഫിൽ. പിന്നെ നെഗറ്റീവ് ആൾക്കാരെ, നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ പൂർണ്ണമായിട്ടും ഒതുക്കി വയ്ക്കുക, അവിടെ തല ഇടേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, ഡീപ്പ് ബ്രീതിങ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. പ്രെയേഴ്സും നടത്തേണ്ടതാണ്. പ്രെയറായിട്ട് ഒരു 5-10 മിനിറ്റോളം, 15-20 മിനിറ്റോളം പ്രെയർ ചെയ്ത്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ദൈവത്തിനോട് എല്ലാം എന്നെ നന്നായി വയ്ക്കുന്നതിലൂടെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ചെയ്യേണ്ടത്. മോർണിംഗ് അവേഴ്സ് എണീക്കുമ്പോൾ തന്നെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എണീക്കണം. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നന്നാവണം, ഞാൻ എന്തെങ്കിലും കുറച്ച് ഇമ്പ്രൂവ് ആവണം, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് വഴികൾ തുറന്ന് കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രെയർ ചെയ്ത് എണീക്കുക. പിന്നെ നിങ്ങളുടെ ഡേ ടു ഡേ റുട്ടീനൊക്കെ നന്നായി ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ലോൺലിനെസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ലോൺലിനെസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എത്ര വേണോ അത്ര കുറവ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആവുന്നത്ര നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാക്കുക, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കുക ചുറ്റും. പിന്നെ നല്ല പോസിറ്റീവ് എനർജിയിലൂടെ തന്നെ ചിന്തിച്ച് മുന്നേറുക. ഓക്കെ, പിന്നെ ഗുഡ് ഹാബിറ്റ്സ് ഡേ ബൈ ഡേ വളർത്തിയെടുക്കേണ്ടതാണ്. ഓരോരോ ഏജിനും ഓരോരോ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അത് ഞങ്ങൾക്ക് പതിയെ ഞങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് വേണം അതൊന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. മിസ്റ്റേക്സ് ചെയ്താൽ ലൈഫിൽ അതും തിരുത്തേണ്ടതാണ്. ഓക്കെ, ഈ ലോകത്ത് ആരും മിസ്റ്റേക്സ് ചെയ്യുന്നവരാരും ഉണ്ടാവില്ല. മിസ്റ്റേക്ക് ചെയ്തിട്ട് തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കത്തുള്ളൂ എല്ലാവരും ലൈഫിൽ. ഇതൊന്ന് ഓർത്തെടുക്കുക. പിന്നെ എപ്പോഴും പോസിറ്റീവ് എനർജിയിലൂടെ തന്നെ മുന്നേറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ
ദയവായത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ. പിന്നെ വീഡിയോസൊക്കെ കാണുക. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഹെയർ കെയർ ടിപ്സ്, സ്കിൻ കെയർ ടിപ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റായിട്ട് ഉള്ള ഒരു വീഡിയോസാണ്. ഫാഷൻ മേക്കപ്പ് വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.